രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും ഒരു പൊതു തെരഞ്ഞെടുപ്പിലും എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയായിരുന്നു സെബാസ്റ്റ്യൻ പോൾ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ എറണാകുളം മണ്ഡലത്തിന്റെ പ്രത്യേകതകളും ഗതിവിഗതികളും അമൃത ടിവിയുമായി പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. വോട്ടോർമയിൽ കൊച്ചിയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 97, 2003, 2004 എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സെബാസ്റ്റ്യൻ പോൾ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, 97-ലും 2003-ലും ഉപതെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ 2004-ൽ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ ആണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം അത്ര കണ്ട് വന്നു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? എറണാകുളം എപ്പോഴും ഒരു കളർലെസ് മണ്ഡലമാണ്. മറ്റു മണ്ഡലങ്ങളെ പോലെ ഒരു സെൻസേഷൻ ഇവിടെ ഉണ്ടാവാറില്ല. കാരണം പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുള്ള മണ്ഡലം, കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലം, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും വോട്ടർമാർ അന്വേഷിക്കാറില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ജനങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ട്. 1967 അന്ന് വിശ്വനാഥ മേനോൻ CPM സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് എറണാകുളത്ത് നിന്ന് ജയിച്ചു. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന AM തോമസ് അദ്ദേഹത്തെയാണ് പരാജയപ്പെടുത്തിയത്. വീണ്ടും 1996 ഇപ്പോഴത്തെ KV തോമസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സേവ്യർ അറക്കൽ ഈ സീറ്റ് CPMന് നേടിക്കൊടുക്കേണ്ടായി. ഈ രണ്ട് വിജയങ്ങളുടെ തുടർച്ചയെന്ന നിലയ്ക്കാണ് 1997-ലും 2003-ലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും 2004-ൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും എനിക്കിവിടെ ജയിക്കാൻ കഴിഞ്ഞത്. അത് എന്തുകൊണ്ട് അങ്ങനെ ജയിച്ചു? ഈ മണ്ഡലം അല്ലാതെ മിക്ക സന്ദർഭങ്ങളിലും എന്തുകൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ടാവാറുണ്ട്. അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല. അതങ്ങനെ സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എറണാകുളം ആർക്കും അങ്ങനെ ഉറപ്പായി കയ്യിൽ വയ്ക്കാവുന്ന മണ്ഡലമല്ല. ചിലപ്പോൾ മാറ്റം സംഭവിച്ചു എന്ന് വരാം. മറ്റൊന്ന് സാമുദായിക പരിഗണനയാണ്. ലത്തീൻ കത്തോലിക്കരെയാണ് കോൺഗ്രസ് പഴയ AM തോമസിന് ശേഷം ഇവിടെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത്. എന്നാൽ CPM അതിൽ നിന്ന് വ്യത്യസ്തമായി, വിശ്വനാഥ മേനോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുബ്രഹ്മണ്യൻ പോറ്റി, അഡ്വക്കേറ്റ് ജനറലായിരുന്ന അബ്ദുൽ ഖാദർ, മേയർ ആയിരുന്ന A കൊച്ചുണ്ണി, അങ്ങനെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന P രാജീവ്, അങ്ങനെ നിരവധി ആളുകളെ, പല വിഭാഗങ്ങളിൽപ്പെട്ടവരെ ഇവിടെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി ചിലപ്പോഴൊക്കെ ഈ മണ്ഡലം ചിന്തിക്കും. ആ രാഷ്ട്രീയ ചിന്ത ഉണ്ടായാൽ ഇടതുപക്ഷത്തിന് വിജയസാധ്യതയുള്ള മണ്ഡലമാണ് എറണാകുളം. ഇത്തവണ അത്തരത്തിലൊരു രാഷ്ട്രീയമായ ഒരു ചിന്തനം എടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? കാരണം സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ മതപരമായ ഒരു ചിന്ത കൂടി വന്നിട്ട് അത്തരമൊരു സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു കാര്യത്തിൽ ഇത്തവണ അത്തരം ഒരു സ്ഥാനാർത്ഥി കൂടി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല ഇത്തവണ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. തന്നല്ല, CPMനെ സംബന്ധിച്ച് വളരെ വെല്ലുവിളിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? അല്ല, അങ്ങനെയൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഇതൊരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് എന്ന രാഷ്ട്രീയ ബോധ്യം കേരളത്തിലെ മറ്റ് വോട്ടർമാർക്കുള്ളതുപോലെ തന്നെ എറണാകുളത്തും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പൗരത്വ സംബന്ധിയായ വിഷയം, അതിൽ കോൺഗ്രസിൻ്റെ നിലപാട്, അതുൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും CPMഉം ഇടതുപക്ഷ പാർട്ടികളും സ്വീകരിക്കുന്ന ഉറച്ച നിലപാടുകൾ, ഇതെല്ലാം വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടാകും. അപ്പം അങ്ങനെ ഇത് ഒരു സാധാരണ വോട്ടല്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കേന്ദ്രത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വോട്ട് എന്നതിനപ്പുറം നമ്മുടെ ഭരണഘടന, നമ്മുടെ റിപ്പബ്ലിക്ക്, നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യം,
ഇവയുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വോട്ടാണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന ബോധ്യം വോട്ടർമാർക്കുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായ ഒരു ചിന്ത വന്നിരിക്കുന്നു. രാഷ്ട്രീയമായി വോട്ട് രേഖപ്പെടുത്തുന്ന അപൂർവം സന്ദർഭങ്ങളിലൊന്നായി 2024 മാറിയിരിക്കുന്നു. അവിടെയാണ് ഇടതുപക്ഷത്തിന് വിജയസാധ്യത ഞാൻ കാണുന്നത്. ഈ രാഷ്ട്രീയ ചിന്ത വളരെ കൂടുതലായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് കേരളത്തിൽ BJPയുടെ ഒരു വരവിനൊരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ CPMൻ്റെ മുന്നേറ്റത്തെ തടയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബാങ്കുകൾക്ക് ബാൻ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ? അത് ഡൽഹിയിൽ തുടങ്ങിയത് ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നു. കരുവന്നൂർ എന്ന പേര് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നല്ല പരിചയമുള്ള പേരാണ്. അദ്ദേഹം അത് എടുത്തെടുത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ പാകിസ്ഥാനിൽ ഇമ്രാൻഖാനൊക്കെ സംഭവിക്കുന്നത് പോലെ ആ രീതിയിലുള്ളൊരു അവസ്ഥ ഇവിടെയും സൃഷ്ടിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ ജയിലിൽ കിടന്നിരുന്ന നേതാക്കന്മാരെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മോചിപ്പിച്ചു. ഇവിടെ നേരെ മറിച്ച് ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നാണല്ലോ പറയാറുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന സാഹചര്യമാണ്. അതിനുള്ള പന്തികേട്, ജനാധിപത്യ വിരുദ്ധമായ സമീപനം അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം തന്നെയാണ് ഈ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അത്തരം ഒരു സ്വാധീനത്തിലേക്ക് BJPയുടെ സ്വാധീനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് സാർ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായതുകൊണ്ട് സാറിന് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, കേരളത്തെക്കുറിച്ച് നരേന്ദ്രമോദിക്കും അവരുടെ പാർട്ടിക്കും വളരെ തെറ്റായ വിലയിരുത്തലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതീക്ഷയുമാണുള്ളത്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റാണുള്ളത്. 2 അക്കത്തിൽ ഞങ്ങളെത്തും എന്ന് പ്രധാനമന്ത്രി തന്നെയാണ് പറഞ്ഞത്. 10 സീറ്റ് വേണം. അതേതായാലും കെ സുരേന്ദ്രൻ പോലും പറയുമെന്ന് തോന്നുന്നില്ല 10 സീറ്റ് BJPക്ക് കേരളത്തിൽ കിട്ടുമെന്ന്. അപ്പോൾ അത് അടിസ്ഥാനമില്ലാത്ത ചില പ്രതീക്ഷകൾ, കണക്കുകൂട്ടലുകൾ. 2 മണ്ഡലങ്ങൾ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്, തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള മണ്ഡലം. അവയെ എങ്ങനെയാണ്? ആദ്യമായിട്ടാണ് നമ്മൾ ഈ മണ്ഡലങ്ങളെ A ക്ലാസ് B ക്ലാസ് എന്നൊക്കെ വേർതിരിച്ച് കാണുന്നത്. നമ്മെ സംബന്ധിച്ച് എല്ലാ മണ്ഡലവും ഒരുപോലെയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ 400 സീറ്റിൻ്റെ കണക്കൊക്കെ പറഞ്ഞല്ലോ, ആ അവസ്ഥയിൽ കേരളത്തിൽ ചിലപ്പോൾ 1-2 സീറ്റ് അവർക്ക് കിട്ടിയേക്കും എന്ന് ഞാനും കരുതിയിരുന്നു. പക്ഷേ ആ അവസ്ഥ കൈവിട്ടുപോയി. ഇപ്പോൾ ആരും കേന്ദ്രത്തിൽ BJPക്ക് 400 സീറ്റ് പ്രവചിക്കില്ല. 300 തന്നെ തയ്ക്കുമോ എന്ന കാര്യത്തിലും പലർക്കും സംശയമുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ, ഞാൻ ഈ ഡബിൾ ഡിജിറ്റ് ഒന്നും പറയുന്നില്ല, സാധാരണ നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്ന വാക്കാണ് അക്കൗണ്ട് തുറക്കുക എന്നുള്ളത്. അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ തന്നെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിനപ്പുറം നമ്മുടെ മണ്ഡലം നോക്കുകയാണെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ ഒരു വികസന കാഴ്ചപ്പാട് തന്നെയാണോ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ള ഒരു പ്രദേശം എറണാകുളമാണ്. അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് ധാരാളം ഇടങ്ങളിൽ ചങ്ങാടം, ഫെറി ഒക്കെ, അതിലാണ് കാറ് കടത്തിക്കൊണ്ട് പോരുന്നതൊക്കെ. കാറ് എത്താത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫെറി കാണണമെങ്കിൽ നിങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോകണം, അഴിമുഖത്ത് പോകണം. ബാക്കി മുഴുവൻ പാലങ്ങൾ. അന്ന് ഞാൻ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ഗോശ്രീ പാലങ്ങൾ. ഇപ്പോൾ ഗോശ്രീ പാലങ്ങൾ യാഥാർത്ഥ്യമായി. പിന്നീട് വല്ലാർപാടം യാഥാർത്ഥ്യമായി. പലതിലും ഞാനിപ്പോൾ അതിൻ്റെ അക്കമിട്ട് എണ്ണി പറയുന്നില്ല. അതുകൊണ്ട് എറണാകുളത്ത് വികസനം പോരാ എന്നാലും പറയില്ല. മെട്രോയും വാട്ടർ മെട്രോയും എല്ലാം നടക്കുന്നുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ട്, സംസ്ഥാനത്തിൻ്റെ ഇടപെടലുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയാണ് വികസനം മുന്നോട്ട് പോകേണ്ടത്. പ്രാദേശികമായുള്ള പരാതികൾ കാണുമായിരിക്കാം, പക്ഷെ അത് പരിഹരിക്കുന്നതിന് കോർപ്പറേഷനും GCDAയും ഒക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്.
അതുകൊണ്ട് വികസനം എറണാകുളത്തൊരു വിഷയമല്ല, രാഷ്ട്രീയം തന്നെയാകും എറണാകുളത്തെ ചർച്ചയും വോട്ടിന് ആധാരമാകുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ഒരു കാര്യം കൂടി, ഏറ്റവും നമ്മുടെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തവണ CPMൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ LDFൻ്റെ ഒരു പ്രതീക്ഷ അതെങ്ങനെയാണ്? അത് കഴിഞ്ഞ പ്രാവശ്യം UDF തൂത്തുവാരി, അതിനു മുമ്പ് 2004 ഞങ്ങളും തൂത്തുവാരിയല്ലോ. അന്ന് 20-ൽ 18 ഞങ്ങൾക്ക് നേരിട്ട് കിട്ടി, ഒരാൾ ഞങ്ങൾക്കൊപ്പം വരികയും ചെയ്തു, PC തോമസ്. അപ്പോൾ 20-ൽ 19. അപ്പോൾ കേരളം അങ്ങനെയാണ്, ചിലപ്പോൾ സമർത്ഥമായി കൊടുക്കും, ചിലപ്പോൾ നന്നായി എടുക്കുകയും ചെയ്യും. ഇത്തവണത്തെ പ്രതീക്ഷ, ഞാനങ്ങനെ ഈ ഒരു പ്രവചനം നടത്തുന്ന ആളല്ല, എങ്കിൽ പോലും കഴിഞ്ഞ നിലവിലുള്ളത് ഒരു സീറ്റാണ്. ചാഴിക്കാടൻ വന്നതുകൊണ്ട് അത് 2 എന്നേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ പാർട്ടി മുന്നണി വളരെ മുന്നോട്ട് പോകും. ഒരു അന്തസ്സോടെ പറയാവുന്ന രീതിയിലുള്ള ഒരവസ്ഥയിൽ പാർട്ടി എത്തിച്ചേരും. എന്ന് വെച്ചാൽ ഒരു 10-ന് മുകളിൽ എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏറെ പ്രതീക്ഷയിലാണ് സാറുള്ളത്. CPMന് അല്ലെങ്കിൽ LDFന് ഇത്തവണ ഏറെ സീറ്റുകൾ, സാർ 10 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, 10-ലേറെ സീറ്റുകളിലേക്ക് LDF വരും എന്ന പ്രതീക്ഷകൾ കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.